ഹായ്, ഞാൻ സംഗീത്. ബത്തനി നവജീവൻ കോളേജ് ഓഫ് ഫിസിയോതെറപ്പിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറും ബത്തനി നവജീവൻ ഫിസിയോതെറപ്പി ക്ലിനിക്കിലെ കൺസൾട്ടൻറ്റുമാണ്. ഇപ്പോൾ ഫിസിയോതെറപ്പി എന്താണെന്ന് പലർക്കും അറിയില്ല. മെയിനായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഫിസിയോതെറപ്പി ഉഴിച്ചിലാണോ, പിഴിച്ചിലാണോ, അതോ തിരുമ്മലാണോ? അതാണ് നിങ്ങളോട് ഫസ്റ്റ് പറയാൻ പോണത്. ഫിസിയോതെറപ്പി എന്നാൽ ഉഴിച്ചിൽ, പിഴിച്ചിൽ, തിരുമ്മൽ ഇതുവരെ പോലെയുള്ള ചികിത്സാ രീതികളുമായി യാതൊരു ബന്ധവുമില്ല. ഈ ഫിസിയോതെറപ്പി എന്ന വാക്കിനെ നമുക്ക് രണ്ടായിട്ട് കാണാം. ഫിസിയോ പ്ലസ് തെറപ്പി. തെറപ്പി എന്നാൽ ചികിത്സ എന്നാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് റേഡിയേഷൻ തെറപ്പി, കീമോതെറപ്പി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തെറപ്പി എന്നാൽ ചികിത്സ. ഫിസിയോ എന്നാൽ ഭൗതികമായത്, അതായത് എക്സസൈസുകൾ, ഭൗതിക സ്രോതസ്സുകൾ, അതായത് IRR, ടെൻസ്, അൾട്രാസൗണ്ട് എന്നിവ ഭൗതിക സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആധുനിക ചികിത്സാ രീതിയാണ്. ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? കുറേ ആൾക്കാർ കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ഇന്ത്യയിൽ ഫിസിയോതെറപ്പിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം? സോ ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ബേസിക് ആയിട്ട് വരുന്നത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറപ്പി, അതായത് BPT ഡിഗ്രി. അതിന് 4.5 വർഷത്തെ കോഴ്സാണ്. അതിൽ 4 വർഷം അക്കാഡമിക്കും 6 മന്ത്സ് ക്ലിനിക്കൽ ഇൻറ്റേൺഷിപ്പുമാണ്. അതിനുശേഷം മാസ്റ്റർ ഓഫ് ഫിസിയോതെറപ്പി, അതായത് MPT. നിരവധി സ്പെഷ്യാലിറ്റികളിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, കാർഡിയോ, ജിറിയാട്രിക്സ്, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, ഓങ്കോളജി എന്നിവ നിരവധി സ്പെഷ്യാലിറ്റികളിൽ PG അവൈലബിൾ ആണ്. ഇതിനുശേഷം PhD പ്രോഗ്രാംസും നമുക്ക് ചെയ്യാവുന്നതാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ BPT ആണ്. അത് കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശ്ശൂരും, കർണാടകയിൽ ഉള്ളത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് കർണാടകയുമാണ്. ഈ 2 യൂണിവേഴ്സിറ്റികളാണ് മെയിനായിട്ട് ഈ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യയിൽ. ഒരു ഫിസിയോതെറപ്പിസ്റ്റിനെ കാണാൻ നിങ്ങൾക്ക് റെഫറൻസ് ആവശ്യമുണ്ടോ, ഡോക്ടേഴ്സ് റെഫറൻസ് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അടുത്തത്. ഒരിക്കലും ആവശ്യമില്ല. കാരണം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരവും നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആക്ട് പ്രകാരവും ഫിസിയോതെറപ്പിസ്റ്റ് ഒരു പ്രൈമറി ഹെൽത്ത് കെയർ പ്രാക്ടീഷണറാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങളുടെ ഏത് ഹെൽത്ത് കെയർ കണ്ടീഷന് വേണ്ടിയിട്ടും സമീപിക്കാവുന്നതാണ്. ഫിസിയോതെറപ്പിയും റീഹാബിലിറ്റേഷനും സെയിം ആണോ? ഒരിക്കലും അല്ല. ഫിസിയോതെറപ്പി ഒരു ചികിത്സയും റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ചികിത്സയുടെ ഭാഗവുമാണ്. റീഹാബിലിറ്റേഷൻ ഒരുപാട് പ്രൊഫഷണൽസ് ചെയ്യാറുണ്ട്. അതിൽ ഫിസിയോതെറപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ്, ഫിസിയാട്രിസ്റ്റ്, ന്യൂറോ സർജൻ, കാർഡിയോളജിസ്റ്റ് നിരവധി ആൾക്കാർ പെടുന്നുണ്ട്. കാരണം റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇഞ്ചുറിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ഇമ്പയർമെൻറ്റിന് ശേഷം അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിനെയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഫിസിയോ സംബന്ധിച്ച് ഒരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷനും ക്യൂറും റീഹാബിലിറ്റേഷനും ഫിസിയോ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഫിസിയോതെറപ്പിയും റീഹാബിലിറ്റേഷനും സെയിം അല്ല. ഫിസിയോതെറപ്പിയിൽ ഉപയോഗിക്കുന്ന ചികിത്സാ രീതികൾ ഏതൊക്കെയാണ്? മരുന്നുകൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ശസ്ത്രക്രിയകൾ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമുക്ക് ഫിസിയോതെറപ്പി ചികിത്സ സ്വീകരിക്കാവുന്നതാണ്. അതിന് മുന്നേയും സ്വീകരിക്കാവുന്നതാണ്. പിന്നെ എന്താണ് ഫിസിയോതെറപ്പിസ്റ്റ് ചെയ്യുന്നത്? ഫിസിയോതെറപ്പിസ്റ്റ് നിങ്ങളെ അസസ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അസുഖം കണ്ടുപിടിക്കുകയും ആ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയുമാണ് നടത്തുന്നത്. ഇത് വളരെ ശാസ്ത്രീയമായ ചികിത്സകളുമാണ്. കോമണായി ഫിസിയോതെറപ്പിയിൽ യൂസ് ചെയ്യുന്ന ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് ഇലക്ട്രോതെറപ്പി, അതായത് ഭൗതികമായ സ്രോതസ്സുകൾ ഉപയോഗിച്ച്, മൊഡാലിറ്റികൾ ഉപയോഗിച്ച്, ഉദാഹരണം പറയുകയാണെങ്കിൽ അൾട്രാസൗണ്ട്, IFT, പിന്നെ ഫാരഡിക് കറണ്ട്, ഗാൽവാനിക് കറണ്ട് ഇതുപോലുള്ള ഭൗതികമായ സ്രോതസ്സുകളും വ്യായാമ മുറകളും മാനുവൽ തെറപ്പി തുടങ്ങിയ അഡ്വാൻസ് ചികിത്സകളും ഉപയോഗിച്ചാണ് ഫിസിയോതെറപ്പിസ്റ്റ് നിങ്ങളുടെ അസുഖത്തെ മാറ്റുന്നത്. ഫിസിയോതെറപ്പിയെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫിസിയോതെറപ്പിയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വരും ദിവസങ്ങളിൽ ഫിസിയോതെറപ്പിയുടെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. സോ അതുവരെ ബൈ. താങ്ക് യു.